ശരിക്കും അമ്മ എന്താ പറഞ്ഞത്? നീ എന്താ അമ്മേനോട് പറഞ്ഞത്? പറ. നിനക്ക് ചെവിക്ക് വല്ല കുഴപ്പമുണ്ടോ? ഞാൻ അതല്ല ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ അവിടെ പോയിരുന്നു, കാര്യം അമ്മയുടെ കാലും തടവി, തൈലം വേണമെന്നൊക്കെ ചോദിച്ച്, ലില്ലിയുടെ അമ്മൂമ്മയ്ക്ക് സുഖമല്ല കിടക്കുകയാണ്, വയസ്സായ ആളല്ലേ, പോയി കാണണ്ടേ എന്ന് പറഞ്ഞ് ഞാൻ വയസ്സായി കിടക്കും, അവർ വരണ്ട. അപ്പൊ അമ്മ ചത്തു എന്നവരെ പറഞ്ഞു, എന്നിട്ട് വരുന്നില്ല. ശരി, ഇതിലെന്തിനാ ഇപ്പൊ ഇത്ര കൺഫ്യൂഷൻ? നിനക്ക് പൊക്കൂടെ, അമ്മ വരണ്ട. അമ്മ ഒറ്റക്കിട്ടാ എന്താ കുഴപ്പം? ഞാനാണെങ്കി പോവും. നീ പോയിട്ടുണ്ട്. എപ്പോ? 18 കൊല്ലത്തിന് മുമ്പ് എന്നെയോ അച്ഛനെയോ അമ്മയോ ഓർക്കാതെ ഇറങ്ങി പോയവളാണ് അവള്. കനക, അതും ഇതുമായിട്ട് എന്താടാ ബന്ധം? അതിപ്പോ പറയണെന്തിനാ? അമ്മ പറയും പോലെ ഒരു കാലത്തിന്റെ ചോറ് ബന്ധം ഇവിടെ ഒരെണ്ണം എടുത്ത് നോക്കിയാൽ മതി. വർഷങ്ങൾക്ക് മുമ്പ് നീ ചെയ്തിട്ടുണ്ടെങ്കിൽ നീ അത് ഇന്നും ചെയ്യും, നാളെ ചെയ്യും, മറ്റന്നാളും ചെയ്യും. അതിനോട് നിഷ്കരണം പറഞ്ഞത് അമ്മ ഇട്ടിട്ട് പോയെ. എന്താ പറയണേ? 18 വർഷം മുമ്പുള്ള ഫ്ലാഷ് ബാക്ക് അത് വലിച്ച് കേട്ട് മടുത്തു. ഇപ്പൊ അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. അമ്മയുടെ കുണ്ടക്കറി മാറ്റണം. അമ്മയുടെ കുണ്ടക്കറി മാറ്റിയിട്ട് അമ്മയും കൊണ്ട് ലില്ലിപ്പെണ്ണിന്റെ വല്യമ്മയെ പോയി കാണണം. അത്രയല്ലേ ഉള്ളൂ. അതിനെ എനിക്കൊരഭിപ്രായമില്ല. ഞാൻ ഇനി കമാന്നൊരക്ഷരം മിണ്ടില്ല. തന്നെ ആലോചിക്കും. ഈ വാർദ്ധക്യത്തിലേക്ക് കിടക്കുന്ന സ്ത്രീകളുടെ മനസ്സിന്റെ ഉള്ളറിഞ്ഞ് ചില പറയാമോ? സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത മനസ്സിനക്കരെ എന്ന് പറയുന്ന സിനിമയില്ലേ, അതിനകത്ത് ഷീലാമ്മ ഇതേപോലെ ഒരു വലിയ വീട്ടിൽ ഏകാന്തം അനുഭവിക്കുകയാണ്. ആ അമ്മയ്ക്ക് സിനിമ കാണണമെന്നൊരു ആഗ്രഹമുണ്ട്. ജയറാമ മറ്റേ അമ്മേറ്റിക്കകത്ത് കയറ്റിക്കൊണ്ട് പോയി തിയേറ്ററിൽ നിന്ന് കൂകി വിളിച്ച് വെള്ളം ഉണ്ടാക്കുന്ന ഓർമ്മയുണ്ടോ? ആ അമ്മയുടെ ആഗ്രഹം മനസ്സിലാക്കി ചെയ്യണം. ഇവിടുത്തെ അമ്മയ്ക്ക് കൊട്ടയിൽ പോയി സിനിമ കാണുന്നത് ഭയങ്കര ഇഷ്ടമല്ലേ? ഒരു സിനിമയ്ക്ക് കൊണ്ടുപോകും. എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല, കൊള്ളൂല്ല, അതുകൊണ്ട് പറഞ്ഞതാ. റൊണാൾഡെ, അമ്മയ്ക്ക് സിനിമയൊന്നും ഇഷ്ടമല്ല, അമ്മയ്ക്ക് അമ്പലത്തിൽ പോകുന്നത് ഇഷ്ടമാണ്. കൊള്ളൂല്ല, ഇത് ചീറ്റും. അമ്പലത്തിൽ പോകുന്നതും ഇഷ്ടമാണ്, സിനിമയ്ക്ക് പോകുന്നതും ഇഷ്ടമാണ്, കളിക്കൂട്ടുകാരുടെ വീട്ടിൽ പോകുന്നത് ഇഷ്ടം. ഇതെല്ലാ പ്രായ അമ്മമാർക്കും അങ്ങനെ. ഇതിലേതെങ്കിലും ഒരു സാധനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുണ്ടക്കറി മാറും. ഉറപ്പായിട്ട് ലില്ലി പെണ്ണിനെ കാണി അതായത് ഈ നമ്മുടെ ലില്ലി പെണ്ണിന്റെ വല്യമാമ സുഖമില്ലാതെ കിടക്കുന്ന സാഹചര്യത്തിൽ ഇഷ്ടപ്പെട്ട മരുമോനെ, ലില്ലി പെണ്ണിന്റെ വല്യമാമ സുഖമില്ലാതെ കിടക്കൂല്ലോ, ആ ഒരു സാഹചര്യത്തിൽ മരുമോനെ താങ്കളോട് ചെന്നതിന് ആർക്കാണ് അതിനെ കുറിച്ച് ഏത്? എനിക്ക് കുഴപ്പമില്ല. ക്ലീറ്റ മീറ്റിംഗ് കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ടാ പോണേ. അങ്ങോട്ട് പോണല്ലേ ഉള്ളു, ലില്ലി അവിടെ ഉണ്ട്. അതെ, ക്ലീറ്റ തിരക്കുള്ള ഒരാള്, എനിക്കൊരു കൊച്ചുണ്ട്, അതുകൊണ്ട് ഞങ്ങളുടെ കാര്യം കുഴപ്പമില്ല. നീ ഒരു പണിയില്ലാതെ ഇവിടെ ഇരിക്കുവാണ്. ഒരു പണി പക്ഷേ നിനക്ക് പോകാൻ പറ്റൂല. ഈ ഐഡിയ ചീറ്റും. ഞാൻ വേറൊരു കാര്യം പറയട്ടെ, നടക്കണ ഒരു കാര്യം പറയട്ടെ. ശരിക്കും പറഞ്ഞ അമ്മയ്ക്ക് ഉല്ലാസമാണ് വേണ്ടത്. ഉല്ലാസം. അതിന് സിനിമാ തിയേറ്ററിൽ പോയിട്ട് കാര്യമില്ല. അമ്മേനെ വീഗാലാൻഡ് പോലെയുള്ള എവിടെയെങ്കിലും കൊണ്ടുപോയാൽ നന്നാവും. അതിനെ വാതൊക്കെ വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് 60 വയസ്സ് കഴിഞ്ഞ ഒരു ഒറ്റ സുനാട്ടിക്കകത്ത് കയറരുതെന്ന്. അപ്പോഴാ 85 വയസ്സുള്ള അമ്മ അതിനകത്തോട്ട് കൊണ്ടുപോകുന്നു. പൊന്നു വെച്ച താരം അറിഞ്ഞു നോക്ക്. നോക്കിക്കോ, എങ്ങും ചീറ്റത്തില്ല. മച്ചമ്പി ഇത് അവതരിപ്പിക്കുന്നു, അമ്മയും കൊണ്ട് സിനിമയ്ക്കും അവിടെ പോകാൻ പറ്റില്ല. എന്നെ താണ്ടിങ്ങനെ റൊണാൾഡോന്ന് തന്നെ വിളിച്ചു. ചില അവതരണ ശൈലിയുണ്ട്, അത് അടിച്ചിട്ട് വരാം. എൻ്റെ ഐഡിയകൾ മച്ചമ്പി എടുത്തു തുടങ്ങി.